സാർ, ക്യാമറകളെല്ലാം ഞാൻ അഴിച്ചു മാറ്റി. എല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചോ. ഏതെങ്കിലും ആക്രിക്കർ എടുത്തു കൊടുക്കാം. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അതാവുമ്പോ കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ടടാ. അതുകൊണ്ടിപ്പോ എന്താ, നിനക്ക് എന്നോട് പ്രതികാരം ചെയ്യണോ? പ്രതികാരം? ഞാൻ വിചാരിച്ചു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉഡായിപ്പ് കാണിക്കുന്നവൻ ഞാനായിരിക്കുമെന്ന്. ഏത് സദ്യക്കും നിനക്കായിട്ട് നീ ഒരു പിടി അരി കൂടുതലിടുന്നവനാണ് അല്ലേ? അതുകൊണ്ട് ആ ക്രെഡിറ്റ് ഇപ്പോഴും നിനക്ക് തന്നെ ഇരിക്കട്ടെ. ജന്മം നൽകിയ അച്ഛന്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ച കള്ളൻ, ആ മനുഷ്യന്റെ അന്നത്തിനുള്ള ഏക മാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടവൻ. അവിടെയും തീർന്നില്ല. എന്റെ മോളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ അവൾക്ക് വിഷം ചേർത്ത കഷായം കൊടുത്തതും നീ തന്നെയാ. നിന്റെ തന്തയെന്ന് പറയുന്ന പാവപ്പെട്ടവന് വയസ്സാം കാലത്ത് ജീവിക്കാൻ എല്ലാ മാർഗവും അടഞ്ഞപ്പോ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. നീ അത് അടിച്ചു തകർത്തു. എന്നിട്ട് തന്റെ എന്തെല്ലാം കോടതി കയറ്റി. മതി. അതെങ്കി മതി. ഇതിനൊക്കെ തിരിച്ചനുഭവിപ്പിക്കാനാ ഈ കുറുപ്പിന്റെ ജന്മം. അതെ, ഒന്നുകിൽ നീ ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം നിൽക്കണം, ഇല്ലെങ്കിൽ നിന്നെ നിന്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതും മാത്രമല്ല, കള്ളച്ചെക്കിന്റെ പേരിൽ നീയും നിന്റെ കെട്ടിയോളും അവളുടെ അമ്മയും കൂടി ജയിലിൽ കിടന്ന് നരകിക്കും. നീ ചെയ്ത പാപത്തിന്റെ ഫലം നീ താലി കെട്ടി നിന്റെ പെണ്ണും കൂടി അനുഭവിക്കട്ടാ. നാളെ തന്നെ ഈ കരുണാകർ കുറുപ്പ് അതിനുള്ള കാര്യങ്ങൾ നീക്കും. വേണ്ട സാർ, നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ 2 മക്കളുടെയും കുടുംബവും ഈ പ്രകാശൻ കുട്ടിച്ചോറാക്കി തരാം. പോരെ? മതി. പകരം നിനക്ക് നിന്റെ സ്വന്തം വീട് സ്വന്തമായി കിട്ടിയിരിക്കും. ഇത് കുറുപ്പിന്റെ വാക്കാടാ. സമ്മതം. ശരി, ആയിക്കോട്ടെ. എന്താ ഇത്? രാവിലെ എന്തിനാ ഇതൊക്കെ വലിച്ചൂരുന്നേ? സാറ് പറഞ്ഞിട്ടാ കുഞ്ഞെ. എന്തു പറഞ്ഞു? ഈ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ക്യാമറകളും ഊരി മാറ്റാൻ പറഞ്ഞു. സാറ് പറയുന്ന ജോലി ഉടനെ ചെയ്തില്ലെങ്കിൽ സാറിന് ദേഷ്യം വരും. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെന്ന് ഞാൻ ചോദിച്ചു. എന്റെ സ്നേഹനിധിയായ ഭാര്യ ഇവിടെ ഉള്ളപ്പോ എന്തിനാണോ ഈ ക്യാമറയൊക്കെ എന്ന്. മോളെ, സാറാകെ മാറി. കുഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോയപ്പോ സാറ് ഭയങ്കര വയലൻ്റായിരുന്നു. ഏതു നേരം മദ്യപാനവും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ എന്നെ വഴക്ക് പറയും. അതൊക്കെ വർഷമോള് നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. വർഷക്കുഞ്ഞെന്ന് പറഞ്ഞാൽ സാറിന് ജീവനാണ്.
കാഴ്ചയാണോ കനവാണോ നോക്കിയതാ. ഏതൊരു മലയാളി ചെറുപ്പക്കാരനും കല്യാണപ്രായമാവുമ്പോ സ്വപ്നം കാണുന്നത് ഇങ്ങനൊരു സീനാ. രാവിലെ കുളിച്ച് കുറി തൊട്ട് ഈറൻ മുടിയിൽ തോർത്ത് തിരികെ ചായയുമായി വരുന്നൊരു പെൺകുട്ടിയെ. എന്റെ സങ്കല്പത്തിന് മറുപടി ഒരു ചിരിയിൽ മാത്രം ഒതുക്കിക്കളയെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ കാസിമയ്ക്കെ കൊണ്ട് ക്യാമറകളൊക്കെ അഴിച്ചു മാറ്റിയത്? വർഷ അത് കണ്ടോ? ചില കാര്യങ്ങള് തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ട അത് തിരുത്തണം. വർഷയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഈ ക്യാമറകളിലൂടെ സ്ഥാപിച്ചതെങ്കിലും ഓഫീസിലിരുന്നും വർഷയെ കാണാനുള്ള ആഗ്രഹത്തെ വർഷ എന്നിലെ സംശയ രോഗമായി തെറ്റിദ്ധരിച്ചു. ഇനി ക്യാമറയ്ക്ക് പിന്നിൽ എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നിൽക്കാതെ അത് എന്നേക്കുമായി അഴിച്ചു മാറ്റുക. അത് വേണ്ടിയിരുന്നില്ല. വേണം. ഞാൻ നന്നാകാൻ ശ്രമിക്കുന്നു എന്ന വർഷേ ബോധ്യപ്പെടുത്താനൊന്നുമല്ല, എന്നൊന്ന് ബോധ്യപ്പെടുത്താനാ. എനിക്കിപ്പോ അതിൽ പരാതിയൊന്നുമില്ല. ചിലപ്പോ എന്റെ ധാരണകളായിരുന്നു തെറ്റെങ്കിലോ. വർഷേ, ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വർഷയുടെ സന്തോഷത്തിനും സമാധാനത്തിനും മാത്രമായിരിക്കും എൻ്റെ പ്രയോറിറ്റി. ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? വർഷയ്ക്ക് ഇഷ്ടമുള്ള എന്തും ഞാൻ കഴിക്കും. രാവിലെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. എന്നിട്ട് ആദ്യം എക്സസൈസ്. എല്ലാം വർഷ പറയും പോലെ. ആ വർഷേ, ജഗനൊന്ന് വിളിച്ചിട്ട് 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയണം. ഇന്നലെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, എന്നാലത് മറക്കാതൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ വിളിക്കാം. സാർ, ക്യാമറകളെല്ലാം ഞാൻ അഴിച്ചു മാറ്റി. എല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചോ. ഏതെങ്കിലും ആക്രി കറിയും എടുത്തു കൊടുക്കാം. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം.